ഹലോ, ഒന്ന് നോമ്പുതുറക്ക് ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബസ്മതി അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് ഉപ്പ് വെള്ളം വെച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടായി ഉണ്ടാക്കാനുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് മുളകും പൊടി ഉപ്പും കൂട്ടി അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് മസാലയും കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് കുഴച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പിലൊന്നും ഇട്ട് വഴറ്റിയെടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ഉള്ളി, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ഞാൻ കുക്കറിലിട്ടിട്ടൊന്ന് കൂക്കിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വിസിലെടുക്കാൻ വെച്ച് അപ്പോൾ ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരി അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ഊറ്റി സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ ഞാൻ കുക്കറിലിട്ട് വഴറ്റിയെടുത്ത പച്ചക്കറികളൊക്കെ ചെമ്പക്ക് നേരെ ഇട്ട് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട ചിക്കി ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും 4-5 മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വഴറ്റി വെച്ച പച്ചക്കറിയിലോട്ട് ഈ മുട്ടയും പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസില്ലേ അതും ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ അതാ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ചോറ് റെഡിയായി. ഇനി നമുക്ക് കടായിലേക്കുള്ള പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചാച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്തു. 4 പച്ചമുളകും കാപ്സിക്കും തക്കാളി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി മസാലപ്പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് ആ മസാലയിലോട്ട് ഒഴിച്ച് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ചിക്കൻ ഒരുമിൻ്റെ ചട്ടിയിൽ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതും പിന്നെ ചിക്കനും അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒന്ന് തൂവി കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ കടായും സെറ്റായിട്ടോ. ജ്യൂസ് അടിക്കലും സമൂസ പൊരിക്കലും താത്താൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ പൊരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ താത്താൻ്റെ മോക്ക് നോമ്പ് തുറക്കാൻ ലോഡർ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട് ലോഡർ ഫ്രൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളങ്കിഴങ്ങ് നല്ലോണം കേകിയിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് അതിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കുള്ള സോസിന് വേണ്ടിയിട്ട് മയണൈസ് അടിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4-5 റെഡ് ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ടായിട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നേരത്തെ പൊരിച്ച് എടുത്ത ചിക്കനെ ചെറിയ ചെറിയ പീസാക്കി കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മുരിച്ചു കൊടുത്തു. ഈ ചിക്കനിലേക്ക് 2 പീസ് ചീസും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ചീസ് ശരിക്കും നമ്മൾ ഓവനിലൊക്കെ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ഓവനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കനിലേക്ക് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വലിയൊരു തളിക എടുത്തിട്ട് കുറച്ച് ഫ്രൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ചിക്കൻ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഒഴിച്ച് വെച്ച സോസും കൂടി ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഫ്രൈസ് ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് സോസ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കാണാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഗൈസ്, സംഭവം ഞാൻ ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലും സംഭവം സെറ്റായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്